ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ മിക്സിയൊന്നും ഉപയോഗിക്കാതെ നല്ലൊരു തക്കാളി ചട്നിയാണ് കാണിക്കുന്നത്. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ ഗോതമ്പ് ദോശയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ദോശയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുക. അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 1/4 കിലോ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള 4 തക്കാളി ഉണ്ടായിരിക്കും. 1/4 കിലോ എന്ന് പറഞ്ഞാൽ അതായത് 250 ഗ്രാം. അപ്പം ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ, റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർക്കുക. ഇനി കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 6 ചുള വെളുത്തുള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്താലും മതി, നന്നായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. പിന്നെ ഒരു 2-3 ഉണക്കമുളക് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർക്കുക. എല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി ചേർക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. കായപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഒരു നുള്ളു മാത്രമാണ് കായത്തിൻ്റെ പൊടി ചേർക്കാവൂ, അധികം ആവരുത്. ഈ വെളുത്തുള്ളി മൂപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പകുതി സവാള, അധികം ആവരുത്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൽ ചേർത്തിട്ടൊന്ന് മൂപ്പിക്കാവുന്നതാണ്. അപ്പം ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ വെളുത്തുള്ളി വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, നന്നായി മൂത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഈ തക്കാളി ചേർക്കുകയാണ്. ഈ തക്കാളി ഇതാ കണ്ടില്ലേ, നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ്. അല്ലെങ്കിൽ ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്താലും മതി, മിക്സിയിലിട്ടിട്ട് അടിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ മിക്സി യൂസ് ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ ഇതിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഈ തക്കാളി ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പക്ഷേ പിന്നീടാണ് ചേർക്കുന്നത്. നിങ്ങൾ ചേർക്കുമ്പോൾ ഇതിൻ്റെ തക്കാളി വഴറ്റണോട് കൂടിയിട്ട് മുളക് പൊടിയൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അധികം ആവരുത് കേട്ടോ, ഒരു നുള്ളു മാത്രമേ ചേർക്കാവൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നന്നായിട്ട് വെന്തിട്ട് എണ്ണ തെളിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാനിത് എണ്ണ തെളിയുന്ന വരെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് സമയമൊന്നും നോക്കണ്ട, എണ്ണ തെളിയുന്ന വരെ അടച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ അതാ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് എത്ര എണ്ണ കുറവാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇനി തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് ഒന്ന് വയ്ക്കുക. ഇപ്പോൾ അതാ ചട്നിയൊക്കെ റെഡിയായി. നല്ല ടേസ്റ്റാണിത്. നല്ല ഗോതമ്പ് ദോശയുടെ കൂടിയും അതുപോലെ തന്നെ ഇഡ്ഡലി, ദോശ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെ ഒരു ചെറിയൊരു ഫ്ലേവറും പിന്നെ തക്കാളിയുടെ നല്ലൊരു രുചിയും പഞ്ചസാരയൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് അതിന്. പിന്നെ നല്ല പഴുത്ത നല്ല ചുവന്ന തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പുളിയുള്ള തക്കാളി ആയിരിക്കില്ല അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ചട്നിയൊക്കെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.